Hi friends, welcome back to Pravi's Taste and Travel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഏത്തക്ക ചിപ്സിന്റെ റെസിപ്പി ആയിട്ടാണ്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് നല്ല പച്ച ഏത്തക്കായ വേണം. ഞാനിപ്പോൾ 3 ഏത്തക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ബൗളിലേക്ക് വെള്ളം എടുക്കാം. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഏത്തക്ക കഷ്ണങ്ങൾ അരിഞ്ഞിടണം. ഇതേപോലെ ഒരു സ്ലൈസർ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നൈഫ് വെച്ചിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതിയാവും. അരിഞ്ഞെടുത്ത ഏത്തക്ക കഷ്ണങ്ങളൊക്കെ ഒരു 5 മിനിറ്റിൽ വെള്ളത്തിൽ വെക്കണം. അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറാതെ നന്നായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റാം. മാറ്റിയ ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളയണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ ടവലിലേക്ക് അല്ലെങ്കിൽ കോട്ടൺ തുണിയിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഈർപ്പമൊക്കെ ഒപ്പി മാറ്റാം. ഈർപ്പമൊക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം ഈ കഷ്ണങ്ങൾ നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ ഒരു മണം വരാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഈ ഇട്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ പീസസിലും നന്നായിട്ട് എത്തണം. അതിനായിട്ട് ഒരു സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മളിത് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് എയർ ഫ്രയർ ബാസ്ക്കറ്റിലേക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരാത്ത രീതിയിൽ നിരത്തി വെക്കുക. ഒരു ലെയർ ആയിട്ട് വേണം വെക്കാനായിട്ട്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ ക്രിസ്പി ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച ശേഷം 350 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 175 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് ചെയ്തെടുക്കേണ്ടത്. 12 മുതൽ 15 മിനിറ്റ് വരെ ചെയ്താലും മതിയാവും. ഞാനിപ്പോൾ ഏകദേശം എല്ലാ ബാച്ചസും 12 മിനിറ്റ് ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓരോ 4 മിനിറ്റ് കൂടുമ്പോഴും ബാസ്ക്കറ്റ് പുറത്തെടുത്ത് ചിപ്സ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ എല്ലാ വശവും ഒരുപോലെ മുരിഞ്ഞു കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഏത്തക്ക പീസസും ബാച്ചസ് ആയിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം. ഇത് ഓരോ ബാച്ചായിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് കുറച്ച് സമയം എടുക്കും. എങ്കിൽ പോലും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. തണുത്തതിന് ശേഷം ഇത് എയർടൈറ്റ് ജാറിലിട്ട് വെച്ചാൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഡയറ്റ് ചെയ്യുന്നവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് സ്നാക്കാണിത്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക.